ഉണ്ടായിരുന്നുള്ളൂ, ഫലഭാഗം ഉണ്ടായിട്ടില്ല. അപ്പൊ ആര്യഭടീയം നോക്കിക്കഴിഞ്ഞാൽ ആര്യഭടീയത്തിൽ ഫലഭാഗമില്ല, അതിൽ ഗണിതഭാഗം മാത്രമേ ഉള്ളൂ. സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ ഒക്കെ ചലനം നിരീക്ഷിച്ച് അതിന്റെ ഗോളാന്തര സഞ്ചാരങ്ങൾ മനസ്സിലാക്കി അതിന് വിശദീകരിക്കുന്ന വളരെ മാത്തമാറ്റിക്കലായ ഒരു ഏർപ്പാടായിട്ടാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രം ആദ്യഘട്ടത്തിൽ നിന്നത്. അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷികളാണ് വാസ്തവത്തിൽ ജ്യോതിശാസ്ത്രത്തിലേക്ക് പ്രവചനപരമായ അംശങ്ങളെ പതിയെ പതിയെ കൂട്ടിച്ചേർക്കുകയും അതിന്റെ തുടർച്ചയിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രം ജ്യോതിഷായി തീരുകയും വരാഹമിഹിരന്റെ ഹോരാശാസ്ത്രത്തിൽ എത്തുമ്പോഴേക്കും അത് അങ്ങേയറ്റം ഒരു പ്രവചനശാസ്ത്രം എന്ന മട്ടിൽ മാറുകയും ചെയ്തു. ഹോര എന്നുള്ള പദം നിങ്ങൾ ഓർക്കണം, ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ ബേസിക് ടെക്സ്റ്റാണ്, ജ്യോതിഷത്തിന്റെ ബേസിക് ടെക്സ്റ്റാണ് ഹോരാശാസ്ത്രം. ഹോര എന്ന പദം HOUR അവർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ തദ്ഭവം മാത്രമാണ്. കാലസൂചകമാണ്. ഈ ഹോരയിൽ നിന്നാണ് ജ്യോതിഷം വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാര് തദ്ദേശീയമായി കിഴക്കോട്ട് തിരിയാനും വടക്കോട്ട് തിരിയാനും മുഹൂർത്തം നോക്കുമല്ലോ. ഇപ്പൊ ഞാൻ നാട്ടിലൊരു പ്രധാന കലാപരിപാടി എന്താ വെച്ചാൽ ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് വീട് പണിതിട്ട് കിഴക്ക് വശത്തിരിക്കണോ അതിൽ വിളിച്ച് പടിഞ്ഞാറത്ത് വയ്ക്കുക, പടിഞ്ഞാറ് വശത്തോ അതിൽ വിളിച്ച് തെക്ക് വശത്താക്കുക, കിണർ കൂടിയിട്ട് അപ്പുറം കുളം കുത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഈ പറയുന്ന വാസ്തു എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ മനുഷ്യാലയേന്ദ്രിക വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജലത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, കാറ്റ് പോകുന്നത് എങ്ങനെയാണ്, വായു സഞ്ചാരം സുഗമമാകുന്നത് എങ്ങനെയാണ്, പ്രകൃതിയുടെ ഘടനയും ഭൂമിയുടെ തരവും അനുസരിച്ച് വീടെങ്ങനെയാണ് പണിയേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു വിജ്ഞാനത്തെ അന്ധവിശ്വാസത്തിന്റെ കൂടാക്കി മാറ്റി നമ്മൾ രൂപത്തെ. ഈ ജ്യോതിഷം മുഴുവൻ വന്നത്, ഇന്നിപ്പോ ജ്യോതിഷം ഇല്ലാത്തൊരു ഏർപ്പാടും ഇല്ല, റോക്കറ്റ് ഇടാനും നമുക്ക് ജ്യോതിഷം വേണം. ഈ ജ്യോതിഷം മുഴുവൻ വന്നത് പ്രാചീന ഗ്രീസിൽ നിന്നാണ്. പിന്നെ എന്താണ് തദ്ദേശീയതയ്ക്ക് അർത്ഥം? നിങ്ങൾ മഹാഭാരതം നോക്കിയാൽ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് മുഹൂർത്തമില്ല. മഹാഭാരതത്തിലോ രാമായണത്തിലോ നിങ്ങൾക്ക് ഒരു സന്ദർഭത്തിലും മുഹൂർത്തം നോക്കൽ കാണാൻ പറ്റില്ല, ജ്യോതിഷം കാണാൻ പറ്റില്ല. ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് പറയുന്നു. ഹിന്ദു എന്നുള്ള വാക്ക് ഏതാണ്ട് ക്രിസ്തു പൊതുവർഷം 5-ാം നൂറ്റാണ്ടാവുമ്പോഴാണ് നടപ്പിലാവുന്നത്. റോമില ഥാപ്പർ രസമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഭരിച്ച 5 വലിയ ചക്രവർത്തിമാരിൽ ഹിന്ദു ചക്രവർത്തി എന്ന് പറയാവുന്നത് വിക്രമാദിത്യനെയാണ്. ഇപ്പൊ വിക്രമാദിത്യനെ കുറിച്ച് അവർ പറയുന്നത്, വിക്രമാദിത്യന്റെ കൊട്ടാരത്തിൽ ചെന്ന് നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് വിക്രമാദിത്യനോട് ആരെങ്കിലും ചോദിച്ചാലും മൂപ്പർക്ക് ഇത് മനസ്സിലാവുമായിരുന്നില്ല. കാരണം ആ വാക്കായിട്ടില്ല. ആ വാക്ക് ഓടി വരുന്നത് നിങ്ങൾക്കറിയാലോ. ആ വാക്ക് വാസ്തവത്തിൽ ആ വാക്ക് വന്നത് സിന്ധു എന്നുള്ള പദം പേർഷ്യക്കാര് തെറ്റായിട്ട് ഉച്ചരിക്കണതാണ്. തെറ്റായിട്ടല്ല, അവരുടെ രീതിയിൽ. പദാദിയിൽ സകാരാണെങ്കിൽ പ്രാചീന പേർഷ്യനിൽ സായായിട്ട് ഉച്ചരിക്കില്ല, ഹായായിട്ടാണ് ഉച്ചരിക്കുക. അങ്ങനെ സിന്ധു എന്നുള്ളതാണ് ഹിന്ദു എന്നായതും പിന്നെ ഹിന്ദു എന്നായതും സപ്തസിന്ധുക്കൾ, സിന്ധു തീരത്ത് വസിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് സപ്തസിന്ധുക്കൾ എന്നത് ഹപ്ത ഹിന്ദുക്കൾ എന്നായി തീർന്നതും പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഒരു പ്രദേശത്തെ ജനതയെ സൂചിപ്പിക്കുന്ന ഒരു പൊതുപദമായിട്ട് ഹിന്ദുക്കൾ എന്ന വാക്ക് വന്നത്. അത് മതപരമല്ല, വളരെ ജിയോഗ്രഫിക്കലായിരുന്നു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അത് മതപരമായ ഒരു സൂചനയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഹൈന്ദവം സമീപകാലത്തുണ്ടായ ഒരു തർക്കത്തിന്റെ ഒരു കോണ്ടക്സ്റ്റ് കൂടി ഞാൻ പറയാൻ കേട്ടോ. ഈ സനാതന ധർമ്മം എന്ന വാക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ 19-ാം നൂറ്റാണ്ടിൽ അത് എമർജ് ചെയ്ത് വരുന്നതിന്റെ ഒരു കാരണം ഹിന്ദു എന്ന പദം എന്നത് ഒരു എക്സോണിമാണെന്നുള്ളത് കൊണ്ടാണ്. എക്സോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനതയെ വിശേഷിപ്പിക്കാൻ അവരുപയോഗിക്കുന്ന പദം ആ പ്രദേശത്തുണ്ടായതല്ല, പുറത്തുണ്ടായതാണ് എന്ന് വരുന്നത് ഒരു അഭിമാനപരമാണ്. ഞാൻ എന്നെ വിളിക്കാനായിട്ട് നാട്ടുകാരുണ്ടാക്കിയ ഒരു വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻറ്റോണിമാണ് നല്ലത്. എക്സോണിം ആവുമ്പോൾ അത് വൈദേശികമാണ്. ഇങ്ങനെ ഒരു വൈദേശികപദമായതുകൊണ്ട് അതിന് പകരം ഒരു കുറെ കൂടി ആഴമുള്ള ഒരു പാരമ്പര്യത്തെ സങ്കല്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 19-ാം നൂറ്റാണ്ടിൽ ഹിന്ദു മതം എന്നതിന് പകരം സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള വാക്ക് ഇൻഡസ് എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ്. ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കുകാർ സിന്ധു നദിയെ വിളിച്ച പേരാണ് ഇൻഡസ് എന്നുള്ളത്. അത് പിന്നെ പേർഷ്യനിലേക്ക് പോകുന്നു, ലത്തീനിലേക്ക് പോകുന്നു, ഫ്രഞ്ചിലേക്ക് പോകുന്നു, ഇംഗ്ലീഷിലേക്ക് പോകുന്നു. ഇംഗ്ലീഷിൽ നിന്നാണ് അത് ഇന്ത്യ ആയിട്ട് ഇവിടേക്ക് തിരിച്ചു വരുന്നത്. ആ വാക്കാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് 6 നാഗരികതകൾ ചുറ്റിത്തിരിഞ്ഞെത്തിയ ഒരു വാക്കാണത്. 6 നാഗരികതകളുടെ ചരിത്രം ആ വാക്കിന്റെ പുറകെ കിടപ്പുണ്ട്. അങ്ങനെ ഏത് വാക്കിലും കേട്ടോ. ഞാനിതിപ്പോ ഏതെങ്കിലും ഒരു ഭാഷയ്ക്കോ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ ബാധകമായ കാര്യം എന്ന് പറയല്ല, സർവ്വതിനും മനുഷ്യവംശത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി പറയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരേ ഒരു ശരിയുള്ളൂ, അത് പങ്കുവയ്പ്പാണ്. തനിമ എന്നുള്ള അസംബന്ധം നിറഞ്ഞ ആശയമാണ്. തനിമയോടെ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ആരുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൻഡമാനിലോ മറ്റോ വസിക്കുന്ന ആദ്യത്തെ ചില ട്രൈബുകൾ ഒഴിച്ചാൽ
ഒരു തനിമയുമില്ല. ഒരു തനിമയും സാധ്യമല്ല. തനിമ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫ്രീസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ദേശീയ ഗാനം എടുക്കൂ. ദേശീയ ഗാനത്തിൽ പാകിസ്ഥാനിലുള്ള ഒരു പ്രദേശമുണ്ട്, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. സിന്ധു പാകിസ്ഥാനില്ല. അങ്ങനെ നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത് എത്രയെങ്കിലും വിശദീകരിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണ രീതി, നമ്മുടെ ഭക്ഷണ രീതികൾ, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു തമാശയായിട്ട് പറയാറുള്ള കാര്യം, ഈ കേരളീയ ഭക്ഷണം എന്ന് പറയുന്നതിൽ ഇന്ത്യക്ക് പുറത്ത് നിന്നും ഇന്ത്യക്ക് അകത്ത് നിന്നും ഇവിടേക്ക് വന്ന വിഭവങ്ങളെല്ലാം മാറ്റിവെച്ചാൽ മിക്കവാറും എല്ലാം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പല കാലങ്ങളിൽ വന്നതാണ്. ഇപ്പൊ മലയാളി കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഇപ്പൊ പുട്ട് കേരളീയ ഭക്ഷണമാണല്ലോ. ദേ പുട്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടയില്ലേ, ഹെറിറ്റേജ് ഫുഡെന്നാ പറയണേ. പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും പുട്ട് സവർണര് കഴിക്കുമായിരുന്നില്ല, പിടിയ പലഹാരമാണെന്ന് പറഞ്ഞിട്ട്. അഭിജാതമായ പലഹാരം അടയായിരുന്നു. പുട്ട് മോശം ഭക്ഷണമായിരുന്നു. ഇപ്പൊ പക്ഷേ പുട്ട് ഭയങ്കര അഭിമാനമായി. ഈ അഭിമാനത്തിന് 150 കൊല്ലം പഴക്കമുണ്ടാവില്ല. 150 കൊല്ലം പോലും ഇല്ല, 100 കൊല്ലം. നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് എത്രയെങ്കിലും വിശദമായിട്ട് പറയാം, എത്രയെങ്കിലും പറയേണ്ടതുമാണ്. അതുകൊണ്ട് ഭാഷയാകട്ടെ സംസ്കാരമാകട്ടെ ലോകത്തെ ഏത് ജനതയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരൊറ്റ പൊസിഷൻ ഉറപ്പിച്ചു പറയാവുന്നത് അത് പങ്കുവയ്പ്പുകളുടെ ചരിത്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ കൂടുതലാണ്. കാരണം അതിദീർഘകാലമായിട്ടുള്ള കുടിയേറ്റങ്ങളും കൈമാറ്റങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചും അതുണ്ട്. കാരണം കടൽ വഴിയുള്ള വലിയ കൊടുക്കൽ വാങ്ങലുകളുടെ ചരിത്രം നമുക്ക് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി വത്തിക്കാനിലൊക്കെ പോവുകയാണെങ്കിൽ വത്തിക്കാൻ മ്യൂസിയത്തില് മധ്യേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പൂജകളും കളിമൺ പാത്രങ്ങളും ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പൂജയുടെയും നമ്മുടെ വീട്ടിലിരിക്കുന്ന കുടത്തിന്റെയും ഒക്കെ അതേ ആകൃതിയിലാണ്, അതേ ആകാരത്തിലാണ് 2500-3000 കൊല്ലം മുമ്പ് മധ്യേഷ്യയിൽ നിന്ന് വന്ന സംഗതികളൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ദേശീയ അതിർത്തികൾ എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായിട്ടുണ്ടായി വരുന്ന ചില അതിരുകളാണ്. മനുഷ്യവംശ സംസ്കൃതി ദേശീയ അതിർത്തികൾക്കകത്തൊന്നുമല്ല, അത് അതിനെല്ലാം കുറുകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദേശാതിർത്തി ഉണ്ട് എന്നുള്ളത്, നാഷൻ സ്റ്റേറ്റുകളും അതിന്റെ പാരമ്പര്യ സങ്കല്പങ്ങളും ഉണ്ട് എന്നുള്ളതൊരു സംഗതിയാണ്, വസ്തുതയാണ്. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായി വന്നതാണ്. 100-150 കൊല്ലത്തെ ചരിത്രമേ അതിനുണ്ടാവുള്ളൂ. അതിന്റെ പിന്നിലേക്ക് പോയാലേ മനുഷ്യവംശം അതിന്റെ ആരംഭ ചരിത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഒരു വലിയ സാഹോദര്യ ഭാവനയുടെ തലം ഉണ്ടാവും. ആ സാഹോദര്യ ഭാവനയാണ് വാസ്തവത്തിൽ ചരിത്രത്തെ സംബന്ധിച്ച് ശരിയായൊരു ബോധ്യം. മറ്റെല്ലാം അസംബന്ധങ്ങളാണ്. പക്ഷെ അസംബന്ധങ്ങൾക്ക് നല്ല ബലമുള്ളത് കൊണ്ട് അവ ലോകത്തെ ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് ദേശീയത എന്ന് പറയാറുണ്ട്. കാരണം ഇല്ലാത്തൊരു സാധനമാണ്. ഞങ്ങളെല്ലാം ഒരു രാജ്യക്കാരാണെന്ന് ഒരു ജനത വിശ്വസിക്കുകയാണല്ലോ. വാസ്തവത്തിൽ ഒരു രാജ്യക്കാരായിരിക്കുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ പൊതുവായി ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പങ്കുവയ്ക്കുന്ന എന്താ പൊതുവായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു മതമല്ല, ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമല്ല, ഒരു ജീവിതക്രമമല്ല, ഒരു ഭക്ഷണശീലമല്ല, ഒരു നരവംശ പ്രകൃതം പോലും അല്ല. എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ ഒന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടെ ആ ഏകതാബോധം ഉണ്ടാകുന്നു. ആ ഏകതാബോധമാണ് ദേശീയ ബോധമായിട്ട് നിൽക്കുന്നത്. ഞാനത് തെറ്റാണെന്ന് പറയല്ല, അത് ഇമാജിനേറ്റീവ് ആണ് എന്ന് പറയാം. ദൈവത്തെ പോലെയാണ്, ഇമാജിനേറ്റീവ് ആണ്, പക്ഷെ വളരെ പ്രബലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പങ്കുവയ്പ്പിന്റെ ദീർഘചരിത്രത്തെ നമ്മൾ മറന്നിട്ട് അതിനെ ഏകദാനമായ ഒരു സാംസ്കാരിക യുക്തിയായിട്ട് കാണുന്നത് അസംബന്ധമാണ്. പക്ഷെ ഇന്നൊരു വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് ലോകം മുഴുവൻ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ മൈഗ്രൻസിനെ മുഴുവൻ പുറത്താക്കണം എന്നാണ് ട്രംപ് പറയണത്. ആദ്യത്തെ അനധികൃത കുടിയേറ്റക്കാരന്റെ പേരെന്താണെന്നറിയോ? അത് കൊളംബസ് ആണ്. അമേരിക്കയിലേക്ക് ആദ്യത്തെ അനധികൃത കുടിയേറ്റം, അവിടുത്തെ തദ്ദേശീയരെ കൊന്നൊടുക്കി റെഡ് ഇന്ത്യൻസിനെ ഇല്ലാതാക്കി അവിടുത്തെ ജനതയുടെ സംസ്കാരം മുഴുവൻ മുച്ചോടും പിടിച്ച ഒരു കുടിയേറ്റത്തിന്റെ കഥയാണ്. അതിന്റെ ഇപ്പുറത്ത് നിന്നിട്ടാ പറയണേ മെക്സിക്കോ ഒന്നും ആളെ കേട്ടില്ല. 400 കൊല്ലം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വന്ന ആളായി ഈ ഇരിക്കണത്. മനസ്സിലായല്ലോ? അപ്പൊ 400 കൊല്ലം പുറകോട്ട് പോവില്ല, 50 കൊല്ലം പുറകോട്ട് പോയിട്ട് മെക്സിക്കോയിൽ നിന്ന് ആള് വരുന്നു. അതുകൊണ്ട് നമ്മൾ അതിർത്തി അടച്ചു കെട്ടുന്നു. പണ്ട് കമലാസം പറഞ്ഞു ബാബർ വിദേശാക്രമിയാണെന്ന് പറഞ്ഞപ്പോ കമലാസം പണ്ട് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ബാബർ ഏത് വഴി കൂടിയാണോ വന്നത് അതേ വഴി കൂടി തന്നെയാണ് അതിനും ഒരു 2000 കൊല്ലം മുമ്പ് ആര്യന്മാരും വന്നത്. അതേ വഴി ഹിന്ദുക്കുഷ് പർവ്വതം താണ്ടി ഇൻഡസ് വാലിയുടെ തീരത്ത് വന്ന് ഗംഗാതടങ്ങളിലേക്ക് ആര്യന്മാര് വന്നു. അതേ വഴി തന്നെ ബാബർ വന്നു. ആദ്യം വന്നത് ശരി, പിന്നെ വന്നത് മോശം എന്ന് പറയരുത്. വരവെല്ലാം വരവ് തന്നെ, അതെല്ലാം ഒരുമിച്ച് വരവ് വെക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കുടിയേറ്റം, നാഗരികത എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ
ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ റസലിന്, കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക്, വെൻഡൻ വിൽക്കിക്ക്, H.G. വെൽസിനൊക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്താ വെച്ചാൽ ലോകം ഒരു സർവ്വദേശീയ സമൂഹമാവുന്നതാണ്. വേൾഡ് ഗവൺമെന്റിന്റെ ഭരണഘടന വരെ റസൽ എഴുതി തയ്യാറാക്കി. നിർഭാഗ്യവശാൽ വേൾഡ് ഗവൺമെന്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് ഭ്രാന്ത് കൂടി വന്ന് അവനവന്റെ ദേശീയതയ്ക്ക് എന്തെല്ലാമോ മഹിമയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു മടിയില്ലാതായി. പണ്ട് ബർണാഡ് ഷാ രാജ്യസ്നേഹത്തെ കുറിച്ച് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഞാനൊരു പ്രത്യേക പ്രദേശത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റു പ്രദേശങ്ങൾക്കൊന്നുമില്ലാത്ത മഹത്വം ആ പ്രദേശത്തിന് ഉണ്ട് എന്നുള്ള നിങ്ങളുടെ വിഡ്ഢിത്തം നിറഞ്ഞ തെറ്റിദ്ധാരണയുടെ പേരാണ് രാജ്യസ്നേഹം. അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേകതയില്ല. എല്ലാ പഞ്ചായത്തിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിന് എന്തോ വിശേഷം ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരും. ആ തോന്നലാണ് രാജ്യസ്നേഹം. ടാഗോർ പറയുന്നുണ്ട്, പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ, മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി. രാജ്യസ്നേഹം എന്റെ അഭയമല്ല, എന്റെ അഭയം മനുഷ്യവംശം എന്ന് അദ്ദേഹം പറയും. ആ മനുഷ്യവംശത്തെ കാണാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം. ഈ അതിരൊക്കെ മാഞ്ഞു പോകും, പക്ഷെ മനുഷ്യവംശം തുടരും. അതിരുകൾ മാഞ്ഞു പോകും, ഒരു സംശയവും വേണ്ട. 75 കൊല്ലം മുമ്പുണ്ടായ അതിര് അനാദികാലം മുമ്പുള്ളതല്ല, അതിനിയും മാറും. പക്ഷെ ഈ സംസ്കൃതി നിൽക്കും, മനുഷ്യർ നിൽക്കും, പങ്കുവയ്പ്പുകൾ നിൽക്കും. ആ പങ്കുവയ്പ്പിനെ നാം ഉയർത്തിപ്പിടിക്കണം. ഇടയ്ക്ക് വന്നു പോകുന്ന അതിർത്തികളെ അവസാനത്തെ അതിരായിട്ട് കാണാതിരിക്കാനുള്ള വലിയ വിവേകം നമുക്കുണ്ടാവുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്.